നമ്മൾ സംസാരിക്കുന്നത് അക്കൗണ്ടിംഗ് ഫോർ മാനേജറിയൽ ഡിസിഷൻ എന്ന് പറയുന്ന സബ്ജക്റ്റിനെ കുറിച്ചാണ്. ഇത് ആക്ച്വലി നിങ്ങളുടെ MCOMൻ്റെ സെക്കൻഡ് ഇയറിൽ വരുന്നൊരു സബ്ജക്റ്റാണ്. ഇതിൻ്റെ സബ്ജക്റ്റ് കോഡ് വരുന്നത് MCO-5 ആണ്. സോ അക്കൗണ്ടിംഗ് ഫോർ മാനേജറിയൽ ഡിസിഷൻസ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഊഹിക്കാം ഇതൊരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള, അതായത് പ്രോബ്ലംസ് വരുന്ന ഒരു പേപ്പറാണ്. കൂടുതലായിട്ടും നമുക്ക് പ്രോബ്ലംസിലേക്ക് കുറേ കാര്യങ്ങൾ നോക്കാനായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സബ്ജക്റ്റിനെ കുറിച്ചിട്ട് നമ്മൾ സംസാരിച്ച് തുടങ്ങുമ്പോൾ നമുക്കിതിൽ ഓരോ ബ്ലോക്കും എന്താണ് പറയുന്നത്, ഓരോ ബ്ലോക്കിലും എന്തൊക്കെയാണ് ഉള്ളതെന്ന് ജസ്റ്റ് ഒരു ടോട്ടൽ ആയിട്ടുള്ള ഒരു അനാലിസിസ് നമുക്കങ്ങ് ചെയ്യാം. ഓക്കെ, സോ ഇതിൽ ഫസ്റ്റ് ബ്ലോക്ക് വരുന്നത് ഫണ്ടമെൻറ്റൽസ് ഓഫ് അക്കൗണ്ടിങ് ആണ്. അപ്പോൾ ഈ ഒരു ബ്ലോക്ക് എന്ന് പറയുന്നത് കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഇതിൻ്റെ ഒരു തിയറി ഏരിയയിലാണ്. അതായത് നിങ്ങൾക്ക് എന്താണ് ഈ പറയുന്ന അക്കൗണ്ടിങ്ങിനെ കുറിച്ച് ചെറിയൊരു ഓവർവ്യൂ തരുന്നു. നിങ്ങൾ ഈ പറയുന്ന +1 +2 പഠിച്ച കാര്യങ്ങൾ തൊട്ട് അങ്ങനെ പല കാര്യങ്ങൾ, അതായത് അക്കൗണ്ടിങ്ങിൻ്റെ ബേസിക് ആയിട്ടുള്ള തിയറീസ് പലതും ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് കുറേയൊക്കെ നിങ്ങൾ കേട്ടറിഞ്ഞ് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും. നിങ്ങൾ +1 +2 മുതൽ ഡിഗ്രി വരെ പഠിച്ച ആൾക്കാരാണ്. അപ്പോൾ ആ സമയങ്ങളിലൊക്കെ നിങ്ങൾ കോമേഴ്സിൽ അക്കൗണ്ടിങ് റിലേറ്റഡ് ആയിട്ട് പഠിച്ചിട്ടുള്ള പല തിയറീസും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഈ ഫസ്റ്റ് ബ്ലോക്കിൽ നിങ്ങൾക്ക് ആക്ച്വലി വരുന്നത് 4 യൂണിറ്റ്സ് ആണ്. അതിൽ ഓരോ യൂണിറ്റിലും ഫസ്റ്റ് യൂണിറ്റിൽ കംപ്ലീറ്റ്ലി ഒരു തിയറി തന്നെയാണ്. സെക്കൻഡ് യൂണിറ്റിലേക്ക് മെയിനായിട്ട് വരുമ്പോൾ നമ്മളവിടെ കോസ്റ്റിനെ കുറിച്ചാണ് പറയുന്നത്. നമ്മൾ കോസ്റ്റ് എന്താണ്, കോസ്റ്റിൻ്റെ ഡിഫറെൻറ്റ് കോൺസെപ്റ്റ്സ് ഉണ്ട്, ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിനെ കുറിച്ചും ആ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് നമ്മൾ എങ്ങനെയാണ് അതിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യേണ്ടത് അതിനെക്കുറിച്ച് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഫസ്റ്റ് ബ്ലോക്കിൽ നോക്കുന്നത്. ഇനി അടുത്തതായിട്ട് നമ്മൾ കടക്കുമ്പോൾ ബ്ലോക്ക് 2ലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അനാലിസിസ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. അതായത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ അനാലിസിസ് എങ്ങനെ നടക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ കൂടുതലായിട്ടും ഫോക്കസ് ചെയ്യുന്നത് ഈ ഒരു ഫിനാൻഷ്യൽ അനാലിസിസ് ചെയ്യാനായിട്ടുള്ള ടെക്നിക്സ് എന്തൊക്കെയാണ്, നമ്മൾ എന്തൊക്കെ ടെക്നിക്സ് ആണ് ഇതിനായിട്ട് യൂസ് ചെയ്യുന്നത്, പിന്നെ അതുപോലെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഫിനാൻഷ്യൽ പൊസിഷൻ ഒക്കെ ഉണ്ട്, അത് നമ്മൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നു അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഉണ്ട്. പിന്നെ ക്യാഷ് ഫ്ലോ അനാലിസിസ് ഉണ്ട്. അങ്ങനെ പല രീതിയിലുള്ള അനാലിസിസുകൾ നമുക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതിനെയൊക്കെ കുറിച്ചിട്ട് കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നതാണ് ബ്ലോക്ക് 2 എന്ന് പറയുന്നത്. പക്ഷേ ബ്ലോക്ക് 2ൽ നിങ്ങൾക്ക് 3 യൂണിറ്റ്സ് മാത്രമേ വരുന്നുള്ളൂ. ആ 3 യൂണിറ്റ്സും ഓരോ കാര്യങ്ങളെക്കുറിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. സോ ഇനി അടുത്തതായിട്ട് നമ്മൾ പോകുന്നത് ബ്ലോക്ക് 3ലേക്കാണ്. അവിടേക്ക് എത്തിക്കഴിയുമ്പോൾ നമ്മൾ നോക്കുന്നത് ബഡ്ജറ്റിംഗ് ആൻഡ് ബഡ്ജറ്ററി കൺട്രോൾ ആണ്. അതായത് ബഡ്ജറ്റ്സ് എങ്ങനെ നമ്മൾ പ്രിപ്പയർ ചെയ്യണം, അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റ്സ് എന്താണ്, അതിൻ്റെ തിയററ്റിക്കൽ സൈഡ് പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളൊരു ബഡ്ജറ്റ് എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നു, അതിനെങ്ങനെ നമ്മൾ റിവ്യൂ ചെയ്യുന്നു, ഈ ബഡ്ജറ്റിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ഫോളോ ചെയ്യുന്ന ഡിഫറെൻറ്റ് അപ്രോച്ചസ് ഏതൊക്കെയാണ്, ഇതൊക്കെയാണ് ഈ ഒരു ബ്ലോക്കിൽ നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ ടോട്ടലി നമ്മുടെ ബഡ്ജറ്റ് പ്രിപ്പറേഷനും അതിന് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളുമാണ് ബ്ലോക്ക് 3ൽ വരുന്നത്. ബ്ലോക്ക് 3 എന്ന് പറയുന്ന പോലെ തന്നെ ഇവിടെ 3 യൂണിറ്റ്സ് നിങ്ങൾക്ക് വരുന്നുള്ളൂ ബ്ലോക്ക് 3ൽ കവർ ചെയ്യാനായിട്ട്. ആൻഡ് ദെൻ നമ്മൾ അടുത്ത ബ്ലോക്കിലേക്ക് പോകുമ്പോൾ നമ്മൾ കോസ്റ്റിനെ കുറിച്ച് തന്നെയാണ് കൂടുതൽ അവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്താണ്, പിന്നെ അതുപോലെ തന്നെ വേരിയൻസ് അനാലിസിസ് ചെയ്യുക എന്ന് പറയുന്നുണ്ട്. അതുപോലെ വേരിയൻസ് അനാലിസിസിനെ കുറിച്ച് കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസ് അവിടെ കൊടുക്കുന്നുണ്ട്. പിന്നെ റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിംഗ് എന്ന് പറയുന്നത് അക്കൗണ്ടിങ്ങിൻ്റെ തന്നെ ഒരു ബ്രാഞ്ചാണ് റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ്. സോ അതിനെക്കുറിച്ചും ഈ കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ബ്ലോക്ക് 4ലാണ്. അപ്പോൾ ഇവിടെ ബ്ലോക്ക് 4 എന്ന് പറയുന്ന പോലെ തന്നെ 4 യൂണിറ്റ്സ് നിങ്ങൾക്ക് വരുന്നുണ്ട്. ഈ സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങിനെ കുറിച്ചും വേരിയൻസ് അനാലിസിസിനെ കുറിച്ചും റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ്ങിനെ കുറിച്ചൊക്കെ പഠിക്കാനായിട്ട് 4 യൂണിറ്റ്സ് അതിൻ്റെ അകത്ത് ടോട്ടൽ വരുന്നുണ്ട്. ആൻഡ് ദെൻ ഫൈനലി നമ്മൾ നോക്കുന്നത് ബ്ലോക്ക് 5ലേക്കാണ്. അപ്പോൾ ബ്ലോക്ക് 5 എന്ന് പറയുമ്പോൾ അതായത് ഇവിടെ ഈ ഒരു സബ്ജക്റ്റിൽ നിങ്ങൾക്ക് ടോട്ടൽ 5 ബ്ലോക്സ് ആണുള്ളത്. അതിൽ ഫസ്റ്റ് 2 ബ്ലോക്ക് നമ്മൾ പറഞ്ഞു. ഫസ്റ്റ് ബ്ലോക്കിൽ 4 യൂണിറ്റ്സും സെക്കൻഡ് ബ്ലോക്കിൽ 3 യൂണിറ്റ്സും പറഞ്ഞു. പിന്നെ അങ്ങോട്ടേക്കുള്ള ബ്ലോക്കുകളിലൊക്കെ ആ ബ്ലോക്കിൻ്റെ നമ്പർ പോലെ തന്നെയാണ് അതിൻ്റെ അകത്തുള്ള യൂണിറ്റ്സും വരുന്നത്. അതായത് തേർഡ് ബ്ലോക്കിൽ നമുക്ക് 3 യൂണിറ്റ്സ് വരുന്നുണ്ട്, ഫോർത്ത് ബ്ലോക്കിൽ നമുക്ക് 4 യൂണിറ്റ്സ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഫിഫ്ത്ത് ബ്ലോക്കിലേക്ക് നമ്മൾ കടക്കുമ്പോൾ അവിടെ നമുക്ക് 5 യൂണിറ്റ്സ് വരുന്നുണ്ട്. അപ്പോൾ 5 യൂണിറ്റ്സ് എന്ന് പറയുന്നത് കൂടുതലായിട്ടും ഫോക്കസ് ചെയ്യുന്നത് കോസ്റ്റ് വോളിയം പ്രോഫിറ്റ് അനാലിസിസിനെ കുറിച്ചാണ്. അപ്പോൾ അവിടെ നമ്മൾ മാർജിനൽ കോസ്റ്റിങ്ങിനെ കുറിച്ച് പറയും, ബ്രേക്ക് ഈവൻ അനാലിസിസിനെ കുറിച്ച് പറയും. അപ്പോൾ ഈ ഒരു ബഡ്ജറ്റിംഗ് റിലേറ്റഡ് ആയിട്ടും ഇതുപോലെയുള്ള പല അനാലിസിസുകൾ നമ്മൾ എങ്ങനെ ചെയ്യുന്നു, ഇതൊക്കെ തന്നെയാണ് ഈ ഒരു ഹോൾ സബ്ജക്റ്റിൽ നമ്മൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അതായത് അക്കൗണ്ടിങ് ഫോർ മാനേജീരിയൽ ഡിസിഷൻസ് ആണ്. അതായത് മാനേജീരിയൽ ഡിസിഷൻസ് എടുക്കുമ്പം അതിനെ ഹെൽപ്പ് ചെയ്യുന്ന, അതിന് സപ്പോർട്ടീവ് ആയിട്ടുള്ള രീതിയിലുള്ള അക്കൗണ്ടിങ് എന്താണ്, അവിടെ എന്തൊക്കെയാണ് വരിക എന്നുള്ളതാണ് നമ്മളിവിടെ ടോട്ടലി ഡിസ്കസ് ചെയ്യുന്നത്. സോ മാനേജീരിയൽ ഡിസിഷൻസിനെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലുള്ള അനാലിസിസുകളും ബഡ്ജറ്റിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ എങ്ങനെ ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ഹോൾ സബ്ജക്റ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ബ്ലോക്ക് 5ൽ 5 യൂണിറ്റ്സ് വരുന്നുണ്ട്. അവിടെ മാർജിനൽ കോസ്റ്റിങ്ങിനെ പറ്റി സംസാരിക്കുന്നുണ്ട്, ബ്രേക്ക് ഇവൻ അനാലിസിസിനെ കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഡിസിഷൻ മേക്കിങ്ങിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റെലവൻ്റ് ആയിട്ടുള്ള കോസ്റ്റ് എന്താണ് അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് പറയുന്നുണ്ട്. പിന്നെ റിപ്പോർട്ടിംഗ്, അതായത് മാനേജ്മെൻറ്റിലേക്ക് നമ്മൾ റിപ്പോർട്ടിംഗ് ചെയ്യുന്നത് എങ്ങനെ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ അക്കൗണ്ടിങ്ങിൽ റീസെൻ്റ്ലി വന്നിട്ടുള്ള കുറേ ഡെവലപ്മെൻറ്റ്സിനെ കുറിച്ചും കാര്യങ്ങളൊക്കെ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറച്ചും കൂടി എനിക്ക് തോന്നുന്നു ഒരു ബ്ലോക്ക്
ബ്ലോക്ക് 5ലേക്ക് എത്തുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി തിയറീസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് ബ്ലോക്കിലും നിങ്ങൾക്ക് ഒരുപാട് തിയറീസ് വരുന്നുണ്ട്, അതുപോലെ ബ്ലോക്ക് 5ലും നിങ്ങൾക്ക് കുറച്ചൊക്കെ തിയറീസ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഏത് സബ്ജക്റ്റ് പ്രോബ്ലം ബേസ്ഡ് ആയിട്ടുള്ള ഏത് സബ്ജക്റ്റ് എടുത്ത് നോക്കിയാലും ഇഗ്നൗവിൻ്റെ പൊതുവേ കാണുന്ന ഒരു രീതി എന്ന് പറയുന്നത് തിയറിക്കും പ്രോബ്ലംസിനും ഒരേപോലെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതാണ്. സോ അതുകൊണ്ട് തന്നെ രണ്ടും വളരെ നല്ല രീതിയിൽ നിങ്ങൾ പഠിച്ചെടുക്കണം, പ്രോബ്ലംസ് ആയാലും തിയറീസ് ആയാലും. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ള ഈ ഒരു സബ്ജക്റ്റ് MCO-5 എന്ന് പറയുന്നത് അക്കൗണ്ടിങ് ഫോർ മാനേജറിയൽ ഡിസിഷൻസ്. അതിൻ്റെ ഓരോ ബ്ലോക്കും അതിലെ യൂണിറ്റ്സും നമ്മളിവിടെ ടോട്ടലായിട്ട് തന്നിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ ബ്ലോക്ക് 1 എന്ന് പറയുന്നത് ഫണ്ടമെൻറ്റൽസ് ഓഫ് അക്കൗണ്ടിങ് ആണ്. അവിടെ അക്കൗണ്ടിങ് ആൻഡ് ഓവർവ്യൂ എന്ന് പറഞ്ഞിട്ട് യൂണിറ്റ് 1, പിന്നെ യൂണിറ്റ് 2 എന്ന് പറയുന്നത് ബേസിക് കോസ്റ്റ് കോൺസെപ്റ്റ്സ്, പിന്നെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിനെ കുറിച്ച് യൂണിറ്റ് 3, ദെൻ അണ്ടർസ്റ്റാൻഡിങ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ യൂണിറ്റ് 4. അങ്ങനെ ടോട്ടൽ 4 യൂണിറ്റ്സ് വരുന്നുണ്ട്. ആൻഡ് ദെൻ നമ്മൾ ബ്ലോക്ക് 2ലേക്ക് കിടക്കുമ്പോൾ അനാലിസിസ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. അവിടെ 3 യൂണിറ്റ്സ് ആണ് ടോട്ടൽ വരുന്നത്. ടെക്നിക്സ് ഓഫ് ഫിനാൻഷ്യൽ അനാലിസിസ്, പിന്നെ അതുപോലെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഫിനാൻഷ്യൽ പൊസിഷൻ, അതുപോലെ തന്നെ ക്യാഷ് ഫ്ലോ അനാലിസിസ്, ഇതെല്ലാമാണ് അവിടെ പഠിക്കുന്നത്. പിന്നെ ബ്ലോക്ക് 3ലേക്ക് കടന്നു കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് 3 യൂണിറ്റ്സ് വരുന്നുണ്ട്. അവിടെ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ബഡ്ജറ്റിംഗ് ആൻഡ് ബഡ്ജറ്ററി കൺട്രോൾ ആണ്. അപ്പോൾ അവിടെ നമ്മൾ മെയിനായിട്ട് ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് ബഡ്ജറ്റിംഗ് എന്തൊക്കെയാണ് അതിൻ്റെ തിയറീസ് നോക്കുന്നുണ്ട്. ദെൻ പ്രിപ്പറേഷൻ ആൻഡ് റിവ്യൂ ഓഫ് ബഡ്ജറ്റ് എങ്ങനെയാണെന്ന് നോക്കുന്നുണ്ട്. അതിൻ്റെ ഡിഫറെൻറ്റ് അപ്രോച്ചസ് ടു ബഡ്ജറ്റിംഗ് കൂടി നമ്മളവിടെ കവർ ചെയ്യുന്നുണ്ട്. പിന്നെ ബ്ലോക്ക് 4ൽ നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങിനെ കുറിച്ചാണ്. അപ്പോൾ അതിനനുസരിച്ച് അവിടെ 4 യൂണിറ്റ്സ് തന്നെ വരുന്നുണ്ട്. സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്, ദെൻ വേരിയൻസ് അനാലിസിസ്. വേരിയൻസ് അനാലിസിസ് എന്ന് പറയുന്ന പേരിൽ തന്നെ നമുക്ക് 2 യൂണിറ്റ് വരുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ്ങും കൂടി അതിൽ വരുന്നുണ്ട്. പിന്നെ ബ്ലോക്ക് 5ൽ നമുക്ക് കോസ്റ്റ് വോളിയം പ്രോഫിറ്റ് അനാലിസിസിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അവിടെ നമുക്ക് 5 യൂണിറ്റ്സ് ആണ് നിങ്ങൾക്ക് വരുന്നത്. ബ്രേക്ക് ഈവൻ അനാലിസിസിനെ കുറിച്ച് പറയുന്ന ഫസ്റ്റ് യൂണിറ്റ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് അടുത്ത യൂണിറ്റിൽ വരുന്നത് റെലവൻറ്റ് കോസ്റ്റ് ഫോർ ഡിസിഷൻ മേക്കിംഗ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കണം. പിന്നെ റിപ്പോർട്ടിംഗ് ടു മാനേജ്മെൻറ്റ് പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ റീസെൻറ്റ് ഡെവലപ്മെൻറ്റ്സ് ഇൻ അക്കൗണ്ടിങ് പറയുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്തായിട്ട് നമ്മൾ ബ്ലോക്ക് 5ലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ബ്ലോക്ക് 5ൽ നമ്മൾ കോസ്റ്റ് വോളിയം പ്രോഫിറ്റ് അനാലിസിസിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ബ്ലോക്ക് 5 എന്ന് പറയുന്നത് പോലെ തന്നെ അവിടെ നമുക്ക് 5 യൂണിറ്റ്സ് വരുന്നുണ്ട്. അതിൽ ഫസ്റ്റ് നമ്മൾ മാർജിനൽ കോസ്റ്റിങ്ങിനെ കുറിച്ച് പറയുന്നുണ്ട് ഫസ്റ്റത്തെ യൂണിറ്റിൽ, അതായത് യൂണിറ്റ് 15. ദെൻ നമ്മൾ ബ്രേക്ക് ഈവൻ അനാലിസിസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നു. പിന്നെ അതുപോലെ തന്നെ റെലവൻറ്റ് കോസ്റ്റ് ഫോർ ഡിസിഷൻ മേക്കിംഗ് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. ദെൻ റിപ്പോർട്ടിംഗ് ടു മാനേജ്മെൻറ്റും അതുപോലെ തന്നെ റീസെൻറ്റ് ഡെവലപ്മെൻറ്റ്സ് ഇൻ അക്കൗണ്ടിങ്ങും നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. തിയറി അതുപോലെ തന്നെ ഈ പ്രോബ്ലത്തിനും ഒരുപോലെ ഇമ്പോർട്ടൻസ് ഉള്ളൊരു സബ്ജക്റ്റാണ്. സോ അത് അതേ രീതിയിൽ തന്നെ നമുക്ക് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് ലേൺവൈസിൻ്റെ ക്ലാസ്സസിലൂടെ പഠിക്കാം.